കായംകുളത്ത് തെരുവുനായ ആക്രമണം 10 പേർക്ക് കടിയേറ്റു. കായംകുളം മേടമുക്ക് ജംഗ്ഷനിലായിരുന്നു തെരുവുനായയുടെ ആക്രമണം. നായയെ നാട്ടുകാർ അടിച്ചുകൊന്നു. കായംകുളത്താണ് ഞായറാഴ്ച രാവിലെ തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 10ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. മേടമുക്ക് ജംഗ്ഷനിലായിരുന്നു സംഭവം. രാവിലെ 8:30യോടെയാണ് തെരുവുനായ നാട്ടുകാരെ ആക്രമിച്ചത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരു അമ്മയുടെ നെറ്റിയാണ് കടിച്ചു പറിച്ചത്. അതിനുശേഷം അത് അവിടുന്ന് വന്ന് നായ നമ്മുടെ ഒരു ബാർബർ ഷാപ്പുകാരൻ മാർക്കറ്റിൽ അവനെ കടിച്ചു. പിന്നെ വീട്ടിലെ ബാധിക്കുന്ന ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയും കടിച്ചു. വളരെ രൂക്ഷമാണ് തെരുവുനായ്ക്കളുടെ ശല്യം. കാരണം ഇത് അധികാരികൾ അടിയന്തരമായി ഇതിന് നടപടി സ്വീകരിക്കാന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഏക പരിഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒട്ടനവധി ജീവനുകൾ നമുക്ക് കൊല്ലേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ തെരുവുനായ്ക്കളിൽ നിന്ന് മനുഷ്യജീവനുകളെ രക്ഷിക്കണമെന്നാണ്. കായംകുളം സ്വദേശി നസീർ, വിട്ടോബ വാർഡിലെ സരള, ബംഗാൾ സ്വദേശി സൈജു, 6 വയസ്സുകാരൻ സഹദ് എന്നിവർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം മാർക്കറ്റിലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പേപ്പട്ടി ശല്യമാണ്. തെരുവുനായകളുടെ ഭയങ്കരമായ അക്രമമാണ്. ഇന്ന് രാവിലെ കായംകുളം പച്ചക്കറി മാർക്കറ്റിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഏതാണ്ട് 12ഓളം ആൾക്കാരെയാണ് പേപ്പട്ടി കടിച്ചത്. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് കായംകുളം. അടിയന്തരമായി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ തെരുവുനായ ശല്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. കായംകുളത്തും പരിസരങ്ങളിലും തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.